പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പാകെ നമുക്കായിരിക്കാം. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം, അതിൻ്റെ 10-11 വേദഭാഗങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, അതിൻ്റെ 10-11 വേദഭാഗങ്ങൾ. എന്നാറെ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടി കടന്ന് ജനത്തോട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാനക്കരെ കടക്കേണ്ടതാകിയാൽ ഭക്ഷണസാധനം ഒരുക്കിക്കൊള്ളുവിൻ എന്ന് കൽപ്പിപ്പിൻ. മതി, പ്രൈസലോ. എന്നാറെ യോശുവ ജനത്തിൻ്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടെ കടന്ന് ജനത്തോട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ അക്കരെ കടക്കേണ്ടതാകിയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. പ്രൈസലോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് വായിക്കുവാൻ ഇടവന്നത്. ഇവിടെ ഇസ്രായേൽ ജനം ഇസ്രയേലിന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം യോർദാന്റെ കിഴക്കേ അരികിൽ വന്ന് പാളയമടിച്ച് അവരവിടെ ആയിരിക്കുകയാണ്. ചില നാളുകൾ അവരവിടെ ആയിരിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. സംഖ്യാപുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ അവർ ആ കിഴക്കേ ഹല്ലേലൂയ വശത്ത് കടന്നു വന്ന് പാളയം അടിച്ചു. സംഖ്യാപുസ്തകം, ബാക്കിയുള്ള അധ്യായങ്ങൾ, ആവർത്തന പുസ്തകം, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം യോശുവയുടെ പുസ്തകത്തിലാണ് വീണ്ടും അവരോട് പറയുന്നത്, നിങ്ങൾക്ക് യോർദാൻ കടക്കണം, ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്ത് നിങ്ങൾക്ക് എത്തിച്ചേരണം. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇവരുടെ ജീവിതത്തിനകത്ത് യോർദാൻ ഒരു പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. പ്രൈസലോ. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചു എങ്കിലും അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്ത് അവരെത്തിച്ചേർന്നില്ല. ആ കനാന്റെ ഏറ്റവും അടുക്കൽ കടന്നു വന്നിട്ട് പ്രതികൂലമായി യോർദാന്റെ മുമ്പിൽ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഒരു സമൂഹത്തോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്നതാണ് നമ്മൾ വായിച്ച ആ വേദഭാഗം. പ്രൈസലോ. ആവർത്തന പുസ്തകം അവസാന അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ മോശയുടെ മരണത്തെക്കുറിച്ചും ആ മോശയുടെ മരണത്തിന് ശേഷം യോശുവയെ ദൈവം തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. പ്രൈസലോ. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, മോശ എന്ന ഒരു നേതാവിൽ നിന്ന് യോശുവ എന്ന നേതാവിലേക്ക് ആ ഇസ്രായേൽ ജനം എത്തിച്ചേരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. അതുമാത്രമല്ല, ദീർഘ വർഷങ്ങളിലെ മരുഭൂമിയിലെ യാത്രകൾക്ക് ശേഷം അവരുടെ കനാൻ ദേശത്തേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ ദൈവം ഒരുക്കുന്ന ഒരു വലിയ അവസരത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരു ട്രാൻസിഷനാണ് ഒരു മോശയിൽ നിന്ന് ഒരു യോശുവയിലേക്ക്. ഹല്ലേലൂയ. മരുഭൂമിയുടെ ദീർഘദൂര യാത്രയിൽ നിന്ന് പ്രൈസലോ കനാന്റെ അനുഭവങ്ങളിലേക്ക് എത്തുവാൻ ദൈവം ഒരുക്കുന്ന ഹല്ലേലൂയ ഒരു ട്രാൻസിഷൻ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ദൈവമക്കളെ, ഈ യോശുവയുടെ ജീവിതം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് മോശ മരിച്ചു. അതിനുശേഷം നൂന്റെ മകനായി യോശുവയെ ദൈവം തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ യോശുവ എന്ന നേതാവ് ഒരു ദിവസം കൊണ്ട് എഴുന്നേറ്റ് വന്ന നേതാവല്ല. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരിക്കലും കാണാത്തൊരു വ്യക്തി ഒരു ദിവസം ഹല്ലേലൂയ അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രൈസലോ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്, കേവലം ഒരു ദിവസം കൊണ്ട് വെളിപ്പെട്ടു വന്ന ഒരു നേതാവല്ല യോശുവ. പ്രൈസലോ. മറിച്ച് തിരുവചനം വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ യോശുവയെ ദൈവം അത്ഭുതകരമായി തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ചില വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 16-ാമത്തെ വേദഭാഗം വായിക്കാം. സംഖ്യാപുസ്തകം 13:16. ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേർ ഇവ തന്നെ. എന്നാൽ മോശ നൂന്റെ മകനായ ഹോശേയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. അപ്പം ദേശം ഒറ്റുനോക്കുവാൻ പറഞ്ഞു വിട്ടവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഈ
യോശുവ ഉണ്ടായിരുന്നു. ഈ യോശുവയുടെ മുമ്പത്തെ പേരെന്നായിരുന്നു? ഹോശയ എന്നുള്ളതായിരുന്നു. ഈ ഹോശയ എന്ന പേര് മാറ്റി യോശുവ എന്ന് ഇട്ടത് ആരാണ്? മോശയാണെന്ന് ഇവിടെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ദൈവമക്കളെ, വചനം പഠിച്ചവർക്കറിയാം. ആമേൻ. തിരുവചനത്തിൽ അനേകരുടെ പേര് മാറ്റിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസലോ. അബ്രാമിനെ അബ്രഹാം ആക്കി. ഹല്ലേലൂയ. യാക്കോബിനെ ഇസ്രായേലാക്കി. പ്രൈസലോ. ആമേൻ. ശിമോനെ പത്രോസാക്കി. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്തെല്ലാം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിനൊരു പദ്ധതിയുള്ളതിനെ, ദൈവത്തിന് ഉപയോഗിക്കേണ്ടതിനെ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് വേർതിരിക്കുന്നത് ആമേൻ നമുക്കിവിടെ എല്ലാം കാണുവാൻ കഴിയുന്നു. ഒരു അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിലൂടെ ആമേൻ യേശു കർത്താവിനെ അവതരിപ്പിക്കുക എന്നുള്ള വലിയ ആത്മീയ പദ്ധതി ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ്. ഒരു ശിമോനെ പത്രോസ് ആക്കുമ്പോൾ ആമേൻ ആ പത്രോസിനെ ആമേൻ പ്രൈസ് ക്രിസ്തീയ സഭയ്ക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന ഒരു അപ്പോസ്തലനായി ദൈവം കണ്ടിരുന്നു. പ്രൈസലോ. ആമേൻ. ഇവിടെ നമുക്ക് ആമേൻ കാണുവാൻ കഴിയുന്നത് പ്രൈസലോ. ഹല്ലേലൂയ. നൂന്റെ മകനായ ഹോശയെ ദൈവം എന്ത് ചെയ്യുക? മോശയിലൂടെ പേര് മാറ്റുകയ, യോശുവ എന്ന പേര് മാറ്റുകയ. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ ആമേൻ ഈ യോശുവയെ മുൻകൂട്ടി ആര് കണ്ടിരുന്നു എന്ന് നമുക്ക് പറയാം. സർവശക്തനായ ദൈവം കണ്ടിരുന്നു. പ്രൈസലോ. എത്ര പേർക്ക് ദൈവത്തിന്റെ മഹത്വം കൊടുക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ്. നമ്മുടെ പേര് മാറ്റുക എന്ന് പറയുമ്പോൾ ഇന്ന് പലരും ആമേൻ പല സ്റ്റാർസും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ പേര് മാറ്റും. എന്തിനു വേണ്ടിയാ? അവർക്ക് വിജയം ഉണ്ടാകാൻ വേണ്ടി. പ്രൈസ്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആമേൻ. പേരിനകത്തല്ല കാര്യം, മറിച്ച് ദൈവം കണ്ടു എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെയും ആമേൻ നമ്മൾ ജന്മം എടുക്കുന്നതിന് മുമ്പ് കണ്ടവനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും? ഹല്ലേലൂയ. ആമേൻ. ഒരു ഹോശയെ യോശുവയാക്കി ആമേൻ പ്രൈസ് ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചുവെങ്കിൽ നമ്മെ മുൻകൂട്ടി കണ്ട ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. അത് തിരിച്ചറിയുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. എന്നെ ഈ ഭൂമിയിൽ ജന്മമെടുക്കുക ദൈവം അനുവദിച്ചുവെങ്കിൽ, എന്നെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന്റെ മകനാക്കി മകളാക്കി ഭൂമിയിലാക്കി വെച്ചുവെങ്കിൽ, എന്റെ പേര് വ്യക്തമായി എന്റെ ദൈവത്തിന് അറിയാമെങ്കിൽ, എന്റെ ജീവിതത്തെ വ്യക്തമായി ദൈവത്തിന് അറിയാമെങ്കിൽ, ആമേൻ എന്നിലൂടെ, എന്റെ കുടുംബത്തിലൂടെ, എന്റെ തലമുറയിലൂടെ എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം അദ്വരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ദൈവത്തിന് മഹത്വം കരേറ്റ. ഹല്ലേലൂയ. പലപ്പോഴും എന്തിന് ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്, എന്തിന് ജനിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഞാൻ ഈ ഭൂമി ജനിക്കണമെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാ, ആരും അപ്രതീക്ഷിതമായി ജനിച്ചവരല്ല, ആരും അപ്രതീക്ഷിതമായി ഭൂമിയിലേക്ക് കടന്നു വന്നവരല്ല. എല്ലാവരെയും കണ്ട ഒരു സ്വർഗമുണ്ട്, എല്ലാവരെയും നിർമ്മിച്ച ഒരു ദൈവമുണ്ട്, എല്ലാവരെ കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് തിരിച്ചറിയുന്നവർ മാത്രം ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാകണം. പ്രൈസലോ. പുറപ്പാട് പുസ്തകം 33:11 വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 33:11 വേദഭാഗം. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. അപ്പൊ മോശയോട് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം സംസാരിക്കുകയാണ്. പ്രൈസലോ. അതിനുശേഷം നമുക്ക് അവിടെ ഒരാളെ കാണാൻ കഴിയുന്നുണ്ട്, യോശുവ. യോശുവ എന്താ ചെയ്യുന്നത്? ആ കൂടാരം വിട്ടു പോകുന്നില്ല, ദൈവ സാന്നിധ്യം വിട്ട് പോകാതെ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരു യോശുവയെ നമുക്ക് തിരുവചനത്തിൽ കാണാൻ പറ്റും. പ്രൈസലോ. ആമേൻ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആമേൻ മോശയ്ക്ക് പകരം ഒരു യോശുവയെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യോശുവ ആരാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വചനം പറയുക, ആമേൻ അതുവരെ ഈ യോശുവയെ ആരും ഒരു പക്ഷേ ശ്രദ്ധിച്ചെന്നിരിക്കത്തില്ല, ആർക്കും അറിയത്തെന്ന് വരത്തില്ല. പ്രൈസലോ. അവൻ എന്ത് ചെയ്യുക? ദൈവ സാന്നിധ്യത്തിനകത്ത് ആമേൻ ഇരിക്കുന്ന ഒരു യോശുവയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, തലമുറകളെ നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതം ആമേൻ ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ആ ദൈവ സാന്നിധ്യത്തിൽ സമയങ്ങൾ ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ
ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ പദ്ധതി ആ ദൈവം നിറവേറ്റിയെടുക്കുവാൻ ഇടവരുമെന്ന് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. ആമേൻ. തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ദൈവ സാന്നിധ്യത്തിനകത്ത് കണ്ണുനീരോടെ നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങൾ അതൊരിക്കലും നഷ്ടമല്ല, അതൊരിക്കലും വൃഥാവായി പോകത്തില്ല. ആമേൻ. ആ സാന്നിധ്യം ആമേൻ നമ്മുടെ കൂടെയുണ്ട്. ആ സാന്നിധ്യം നമ്മുടെ തലമുറയുടെ കൂടെയുണ്ട്, നമ്മുടെ കുടുംബത്തിനകത്തുണ്ട്, നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ആര് ദൈവ സാന്നിധ്യത്തിന് പ്രാധാന്യത കൊടുക്കുന്നുവോ, ആരാ സാന്നിധ്യത്തിന് ബഹുമാനം കൊടുക്കുന്നുവോ, ആ സാന്നിധ്യത്തിന് മഹത്വം കൊടുക്കുന്നുവോ, ആമേൻ, അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ആമേൻ. ഈ ചെറുപ്പക്കാരന് വേണമെങ്കിൽ ലോകപ്രകാരം എത്രയോ സ്ഥലങ്ങളിൽ സമയം ചെലവഴിക്കാമായിരുന്നു. എന്നാൽ ആമേൻ, മോശ പറഞ്ഞു അവനോട് ആമേൻ കൂടാനും വിട്ടുപോകരുതെന്ന്. ഇല്ല, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജീവിതത്തിനകത്ത് തിരിച്ചറിഞ്ഞ ഒരു തിരിച്ചറിവാണ് ആമേൻ, മറ്റൊരിടത്ത് ഓടി നടക്കുന്നതിനേക്കാൾ, മറ്റൊരിടത്തുനിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായി എന്നെ അനുഗ്രഹിക്കുക, എന്നെ ഉയർത്തുക, എൻ്റെ ഭാവി അനുഗ്രഹിക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് വഴി കാണിച്ചു തരുക, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ആ ദൈവത്തിന് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുകയാ. ലഭിക്കുന്ന സമയങ്ങൾ ഓടി വന്ന് എൻ്റെ അപ്പച്ചൻ്റെ സന്നിധിയിൽ ഇരുന്ന് കണ്ണുനീരോടെ കരയുമ്പോ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോ, ആമേ കണ്ണുനീരോടെ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോ ആ ദൈവിക സാന്നിധ്യം ആമേൻ എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിച്ച് കളയത്തില്ല. ആ സാന്നിധ്യം എന്നെ വഴി നടത്തൂ, ആ സാന്നിധ്യം എന്നെ ശക്തീകരിക്കൂ, ആ സാന്നിധ്യം എന്നെ ബലപ്പെടുത്തൂ, ആ സാന്നിധ്യം എന്നെ നിത്യതയിൽ എത്തിക്കൂ എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹോശയെ യോശുവയാക്കിയ ദൈവം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുന്ന യോശുവയെ ആമേൻ ദൈവത്തിന് തക്ക സമയമായപ്പോ ആമേൻ വിളിച്ച് മുന്നോട്ട് നിർത്തി അധികാരം കൈമാറുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ മക്കളെ വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യോശുവ ഒരു വലിയ നേതാവായതിനകത്തല്ല എനിക്ക് സന്തോഷം, മറിച്ച് യോശുവ ദൈവ പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യോശുവയിലൂടെ ഒരു ജനം വിടുതലിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മളൊക്കെ വലിയ വലിയ സ്ഥാനമാനങ്ങൾ എത്തുന്നതിനകത്തല്ല സന്തോഷം, മറിച്ച് എവിടെ ദൈവമാക്കി വെച്ചാലും അവിടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നത്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നത്, ദൈവനാമത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയുന്നത്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യകരമായ അനുഭവമാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു വരാം. 27-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വേദഭാഗം. സംഖ്യാപുസ്തകം 27 അതിന്റെ 16-ാമത്തെ വേദഭാഗം. യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുപോകുവാനും സകല ജഡത്തിന്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചത്, എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലെയാസറിന്റെയും സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി അവർ കാണെ അവന് ആജ്ഞ കൊടുക്കാം. മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സർവ്വശക്തനായ ദൈവം മോശയോട് പറയുകയാ, എന്റെ ആലയം ഇടയനില്ലാത്ത ആലയത്തെ പോലെ ആയിത്തീരരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മോശ ആരാ? പ്രൈസ് ദി ലോർഡ്. മോശ ആ ജനത്തെ നയിക്കുന്ന നേതാവാ. പ്രൈസ് ദി ലോർഡ്. ആ നേതാവ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ നേതാവിനോട് സർവശക്തനായ ദൈവം പറയുക, എൻ്റെ ആലയം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിത്തീരരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവുള്ള ആമേൻ നൂന്റെ മകനായി യോശുവയെ നീ എന്ത് ചെയ്യണം? ആമേൻ ഇതിനു വേണ്ടി വേർതിരിച്ച് അവനെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവുള്ളവരെന്ന് പറയുന്നത് ആമേൻ വളരെ വിരളമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരിലൊക്കെ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നിട്ടുണ്ടോ അതൊരു അഭിഷേകമായി പകർന്നിരിക്കുന്നു. എന്തിന്? ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നോക്കിയപ്പോ ആമേൻ ഒരു യോശുവയെ കണ്ടു. ആ യോശുവയുടെ പ്രത്യേകത എന്താ? ദൈവത്തിന്റെ ആത്മാവുള്ള യോശുവ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആമേൻ. ആ യോശുവയെ തെരഞ്ഞെടുത്തത് ആരാ? മോശയല്ല. പ്രൈസ് ദി ലോർഡ്. ആ യോശുവയെ തെരഞ്ഞെടുത്തത് ആമേൻ
ആമേൻ ആ ജനക്കൂട്ടമല്ല പ്രൈസലോ ആ യോശുവയെ തിരഞ്ഞെടുത്തത് സർവശക്തനായ ദൈവം തന്നെയാ പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് പറയാനുള്ളത്, നിങ്ങളെ തിരഞ്ഞെടുത്തത് ആമേൻ ഈ ലോകമല്ല പ്രൈസലോ, ഈ ലോകത്തിന്റെ അധികാരമല്ല, മറിച്ച് നമ്മെ തിരഞ്ഞെടുത്തത് സർവശക്തനായ ദൈവമാണ് പ്രൈസലോ. നമ്മെ രക്ഷിച്ചെടുത്തത് സർവശക്തനായ ദൈവമാണ് പ്രൈസലോ. അത് തിരിച്ചറിയുന്നവർ മാത്രം എന്റെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ പ്രൈസലോ. ഹല്ലേലൂയ. യോശുവയ്ക്ക് കഴിവുണ്ടോ? യോശുവ ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ. യോശുവ ആമേൻ ആ കൂടാരത്തിരിക്കുന്ന പയ്യനാണോ? പ്രൈസലോ. ഹല്ലേലൂയ. ഇതൊന്നും ചോദിക്കാൻ ലോകത്തിന് അനുവാദമില്ല. കാരണം എന്നാ? ആമേൻ ഈ യോശുവയെ മുൻകൂട്ടി തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ആമേൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് വീണിട്ട് ലോകം നമ്മളെക്കുറിച്ച് പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ ദൈവമക്കൾ വിളിച്ചു പറയണം, എന്നെ തെരഞ്ഞെടുത്തത് സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും? എത്ര പേർക്ക് ദൈവത്തിന് സ്തുതി അറിയാം? ദൈവമക്കളെ, നമ്മളെ കണ്ടത് ദൈവമാണ്. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച ദൈവമാണ്. ഹല്ലേലൂയ. ആമേ സ്വന്തം പുത്രനെ തന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേ പ്രൈസ് ദി ലോർഡ്. നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ നിർമ്മിച്ചു. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. എന്റെ ദൈവം ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം എന്നെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേര് മാറ്റി ആമേൻ യോശുവ എന്നാക്കി ദൈവം തെരഞ്ഞെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 34-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വേദഭാഗം. ആവർത്തന പുസ്തകം 34-ന്റെ 9-ാമത്തെ വേദഭാഗം. നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. അപ്പൊ മോശ മരിക്കുന്നതിന് മുമ്പ് നൂന്റെ മകനായി യോശുവയെ മോശ എന്ത് ചെയ്തിരുന്നു? ആമെ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ആത്മീയ സത്യത്തെ മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവം മോശയോട് അരുളി ചെയ്തതുപോലെ മോശ എന്ത് ചെയ്തു? മനസ്സോടെ ആ യോശുവയുടെ തലയിലേക്ക് കൈവച്ച് അവനെ അനുഗ്രഹിച്ചപ്പോ അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഹൃദയമായി ഓർമ്മപ്പെടുത്തുകയാ, ഒരു അഭിഷക്തൻ ദൈവത്തിന്റെ നിയോഗപ്രകാരം മനസ്സ് തുറന്ന് നിങ്ങളെ അനുഗ്രഹിച്ചാൽ അതൊരു അനുഗ്രഹം തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു വിടുതല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. ആമേൻ. വെറുതെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു പോകുന്ന കാര്യമല്ല. നിയോഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തിട്ട് മനസ്സ് തുറന്ന് സന്തോഷത്തോടെ ആമേൻ ഹൃദയംഗമായിട്ടൊന്ന് അനുഗ്രഹിച്ചാൽ അതൊരു വിടുതല, അതൊരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ചെറിയ പ്രായത്തില് എല്ലാ മാസവും പനി വരും. അതിശക്തമായി പനി വന്നിട്ട് ഫിറ്റ്സ് വരും. ഫിറ്റ്സ് വരുമ്പോൾ ഈ മണ്ണർകാട്ടുള്ള ഹോസ്പിറ്റലിൽ എല്ലാ മാസവും പപ്പായ്ക്ക് സാലറി കിട്ടുമ്പോൾ അവിടെ റൂം എടുത്തിടും. കാരണം അറിയാം ആ രോഗം വരും. പ്രൈസ് ദി ലോർഡ്. ആ രോഗം വരുമ്പോൾ അതികഠിനമായിട്ടുള്ള പ്രയാസമാണ്. ഒരു പ്രാവശ്യം ഈ രോഗം വന്നു. ആമേൻ. അവർ ഐസ് വെച്ച് തണുപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചപ്പോൾ ഈ ന്യൂമോണിയ കൂടി ഈ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് ഭവനത്തിലേക്ക് വിട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങളുടെ അടുക്കലുള്ള ഒരു സഭയിൽ നിന്ന് കുറച്ച് മാതാക്കൾ വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വിടുതൽ എനിക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ കൂടെ തീരുന്നില്ല. കർത്താവിന്റെ ദാസൻ PM ബിൽപ്പ് അപ്പച്ചൻ പ്രൈസ് ദി ലോർഡ് ആ സൺഡേയിൽ ചർച്ചിൽ വന്നപ്പോൾ അദ്ദേഹം എണ്ണ പൂശി പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ചു. ഇവൻ ദൈവ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുവാൻ ഇട വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നും പ്രൈസ് ദി ലോർഡ് ആ പിതാവ് എനിക്ക് വേണ്ടി
വേണ്ടി പ്രാർത്ഥിച്ചതിനെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നതും ഞാൻ ഇരുന്ന സ്ഥലവും ആമേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഒക്കെ ഞാൻ വളരെ വ്യക്തമായി ഓർക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ ദൈവമക്കളെ? ആമേൻ, ഒരു അഭിഷക്തന് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു യോഗ്യതയുമില്ലാത്ത എൻ്റെ ജീവിതത്തെ ദൈവം കണ്ടിട്ട് ആമേൻ പ്രൈസലോ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ആമേൻ ഉപയോഗിച്ചുവെങ്കിൽ ആമേൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോട് വളരെ ശക്തമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ പ്രൈസലോ വെക്കുന്ന ആ ദൈവദാസന്റെ എന്തെങ്കിലും പ്രത്യേകതയല്ല കേട്ടോ. ഹല്ലേലൂയ, അങ്ങനെ ചിന്തിക്കരുത്. ആമേൻ ഏതെങ്കിലും ഒരു ദൈവദാസൻ വന്നാൽ മാത്രമേ നടക്കൂ. അല്ല, ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആമേൻ ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു ദൈവദാസനിലൂടെ ആ പദ്ധതികളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസലോ ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നതിന് സാരം പ്രൈസലോ യോശുവ ഒരു ദിവസം കൊണ്ട് നേതാവായതല്ല. പ്രൈസലോ യോശുവ ഒരു ദിവസം കൊണ്ട് നേതാവായതല്ല, മറിച്ച് ദൈവത്തിനൊരു തെരഞ്ഞെടുപ്പുണ്ട്. ആമേൻ. യോശുവ ദൈവസന്നിധിയിൽ ഇരുന്ന് ആമേൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിച്ചവനാണ്. ആമേൻ പ്രൈസലോ അവന്റെ അകത്തളങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അവനെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശവും പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള യോശുവ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തിയപ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്. ജനം പറയുക, മോശയുടെ കൂടെ ഇരുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പറയുന്നത് ഞങ്ങൾ അനുസരിക്കും. പ്രൈസലോ നോക്കിക്കേ ദൈവമക്കളെ, ഒരു ദിവസം കൊണ്ട് നേതാവായി മുന്നോട്ട് കടന്നു വരുമ്പോ ആ നേതാവിനെ അംഗീകരിക്കുവാൻ ആ ജനം തയ്യാറായി. അതിന്റെ പിന്നിലെ കാരണം എന്താണ്? ആമേൻ. യോശുവയുടെ തെരഞ്ഞെടുപ്പ് മാനുഷികമല്ല, യോശുവയുടെ തെരഞ്ഞെടുപ്പ് ദൈവത്താൽ സംഭവിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രൈസലോ ആമേൻ. പ്രൈസലോ ആമേൻ. തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ, നമ്മളോട് ദൈവത്തിന്റെ വചനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവ പദ്ധതിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാൻ ദൈവമക്കൾക്ക് കഴിയുന്നുവെങ്കിൽ നമുക്ക് അനുകൂലമായി സാഹചര്യങ്ങളെ തിരിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്നലെ നമ്മളെ കേൾക്കാത്തവര് നമ്മളെ കേൾക്കുവാൻ ഇടവരും. പ്രൈസലോ ഇന്നലെ ഇറക്കി വിട്ടവര് ആമേൻ നമ്മളെ സ്വീകരിക്കുവാൻ ഇടവരും. ഇന്നലെ നമ്മുടെ പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞവര് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആമേൻ നമ്മളോട് ചോദിക്കുവാൻ ഇടവരും. പ്രൈസലോ എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ദൈവ പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, വിശ്വസ്തയോടെ നിൽക്കുന്നുവെങ്കിൽ ആമേൻ പ്രൈസലോ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തന്ന് ആമേൻ നമുക്ക് വേണ്ടി ഇടപെടുന്ന പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. പ്രൈസലോ ആമേൻ. ഈശാന മൂലിൽ വന്നപ്പോൾ പൗലോസ് പറഞ്ഞു മുമ്പോട്ട് യാത്ര ചെയ്യരുത്. ആമേൻ കേട്ടില്ല. പ്രൈസലോ അനുഭവമുള്ളവർ പറഞ്ഞു ആമേൻ ഇല്ല, മുന്നോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു. പ്രൈസലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശാന മൂലം അഴിച്ചു, എല്ലാം തകർന്നു, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ അതേ പൗലോസ് വീണ്ടും ചെന്ന് അവരോട് പറയുക, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു, പക്ഷേ എന്നോട് ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ആരുടെ പ്രാണന് നഷ്ടം വരത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കൾ ശ്രദ്ധിച്ചോ, ഇന്നലെ കേട്ടില്ല. പ്രൈസലോ അതേ പൗലോസിന്റെ വാക്ക് കേൾക്കേണ്ടത് അവരുടെ ജീവിതത്തിനകത്ത് ആമേൻ അവസരം ദൈവമുണ്ടാക്കി. പ്രൈസലോ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളോട് ദൈവത്തിന്റെ വചനത്തിന് ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, തിരസ്കരിക്കുന്നവരുണ്ട്, തള്ളിക്കളയുന്നവരുണ്ട്, ഉപേക്ഷിച്ച് കളയുന്നവരുണ്ട്. ആമേൻ നിരാശപ്പെട്ടു പോകണ്ട. കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട്, കർത്താവിന്റെ വഴി നടക്കുന്നത് കൊണ്ട് ആമേൻ നിന്ദിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. നിരാശപ്പെട്ടു പോകണ്ട, വിശ്വസ്തയോടെ നിൽക്ക്. അവരെയൊക്കെ അനുകൂലമാക്കുക. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നു? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി യേശുവിനെ കണ്ടുമുട്ടിയ ആമേൻ ആ വ്യക്തിയെ മാത്രമല്ല ദൈവത്തിന് വിടുവിക്കാനുള്ളത്, ആ വ്യക്തിയിലൂടെ ആ കുടുംബത്തെ മുഴുവൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്ക്, ആമേൻ ഒറ്റയൊണ്ണം പോലും ആമേൻ പുറത്തില്ലാതെ എല്ലാത്തിനെയും അകത്ത് കയറ്റുക. എൻ്റെ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. അനുഭവത്തിലൂടെ പറയുക. പ്രൈസലോ ആമേൻ കർത്താവിന് വേണ്ടി നിന്നപ്പോ, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ ഒറ്റയൊരെണ്ണം പോലും പുറത്തുപോയി നഷ്ടപ്പെട്ടു പോകാതെ എല്ലാത്തിനെയും അകത്ത് കയറ്റിയ ആമേ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ഒരുമിച്ച് സേവിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ യോശുവ
വെറുതെ ഒരു ദിവസം കൊണ്ട് എഴുന്നേറ്റ് വന്ന വ്യക്തിയല്ല, ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതിയോടുകൂടി മുന്നോട്ട് കടന്നു വന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോശുവയ്ക്ക് ദൈവം കൊടുത്ത പ്രത്യേക ദൗത്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തെ കൊണ്ട് യോർദാൻ കടന്ന് അക്കരയ്ക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. അക്കരയ്ക്ക് പോയാൽ മാത്രം പോരാ, അവിടെ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യണം. ഏറ്റവും കൂടുതൽ യുദ്ധം യോശുവ ചെയ്തു. മോശ അങ്ങനെ യുദ്ധം ചെയ്തൊന്നും അറിയത്തില്ല. ആമേൻ. എന്നാൽ യോശുവ ഒത്തിരി യുദ്ധം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം, ദേശം എന്ത് ചെയ്യണം? വിഭാഗിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. 3 കാര്യം. ഈ ജനത്തെ കൊണ്ട് അക്കരയ്ക്ക് പോകണം. അക്കരെ പോവാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. മുമ്പിൽ എന്താ കിടക്കുന്നത്? യോർദാൻ എങ്ങനെയാണ് ഒഴുകുന്നത്? കരകവിഞ്ഞൊഴുകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം യോശുവ ഒരു നേതാവായതിനു ശേഷം ആദ്യം എടുക്കുന്ന ഒരു ഇഷ്യൂവാ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് യോശുവയിലുള്ള ദൈവകൃപ എന്താണെന്ന് വെളിപ്പെട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഒരു നേതാവായി മുന്നോട്ട് കടന്നു വന്ന് നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് യോർദാൻ കരകവിഞ്ഞൊഴുകുക. ഇത് അക്കരയ്ക്ക് കടന്നെങ്കിൽ മാത്രമേ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഒരു വലിയ ദൗത്യം മുമ്പിൽ നിൽക്കുമ്പോൾ യോശുവയെ എല്ലാവരും ഒറ്റുനോക്കും. കാരണം എന്താ? ഇവൻ നേതാവാ, ഇവന് ദൈവത്തിന്റെ കൃപയുണ്ടോ, ഇവന് ദൈവശക്തിയുണ്ടോ എന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് യോശുവയെ ദൈവം ഉപയോഗിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ വചനം ഇങ്ങനെ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ചില യോർദാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന് നിൽക്കുന്ന നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ആ യോർദാൻ ഉള്ളപ്പോൾ നമ്മളിലുള്ള ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടുന്നത്. ആ കഷ്ടതയുള്ളപ്പോൾ നമ്മളിലുള്ള ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പ്രൈസ് ദി ലോർഡ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാവീദിലുള്ള അഭിഷേകം വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രതിസന്ധികളെ ഓർത്ത് ഭാരപ്പെടേണ്ട. പ്രതിസന്ധികൾ ഉള്ളപ്പോ, യോർദാൻ ഉള്ളപ്പോ നിരാശപ്പെടുവാനുള്ളതല്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്ക്. നമ്മളിലുള്ള ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ, നമ്മളിലുള്ള ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അവിടെ ദൈവത്തിന്റെ വിടുതലുകൾ കാണുവാൻ ഇടവരുമെന്ന് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകും? നമ്മുടെ ജീവിതത്തിൽ പല യോർദാനും മുമ്പിൽ നമ്മളിപ്പോൾ നിൽക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തല്ലേ? സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മളിൽ പകർന്നിട്ടില്ലേ? ആത്മീയ അധികാരം ദൈവം തന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അധികാരത്തോടെ നിന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. ആമേൻ. ഈ ജനത്തെ കൊണ്ട് അക്കരയ്ക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനത്തിനകത്ത് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. മോശയോട് വാഗ്ദത്തം ചെയ്തതുപോലെ ആ വാഗ്ദത്തം നിങ്ങൾക്ക് നൽകൂ എന്ന് പറഞ്ഞിട്ട് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. അക്കരെ എത്തിയ ശത്രുവിനോട് യുദ്ധം ചെയ്യണം. ഓൾറെഡി വാഗ്ദത്തം കൊടുക്കുകയാ. ഒരു ശത്രുവും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, ദൈവം ഒരു ടാസ്ക് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, അത് നിവർത്തിക്കാനുള്ള എല്ലാ പ്രൊവിഷനും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ നിർവഹിക്കാൻ ആവശ്യമുള്ള എല്ലാ പ്രൊവിഷനും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അക്കരെ നാട്ടിൽ എത്തിക്കുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ദൂതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ചില വാഗ്ദത്തങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസത്തിന് സ്റ്റെപ്പ് വെച്ചിട്ട് ആത്മാവിൽ പോരാടി അതിനെ നേടിയെടുക്കാനാണ് ദൈവമക്കളോട് വചനം പറയുന്നത്. ആമേ, പ്രൈസ് എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. നമുക്ക് പോരാട്ടം ആമേ ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ഒരേ ഒരു ശത്രു, അവൻ പിശാചാണ്. അവനോട് പോരാടുക ദൈവമക്കളെ നമുക്ക് ദൈവത്തിന്റെ കൃപ അധികമായിട്ട് ദൈവം തന്നിരിക്കുകയാ. ആമേ, തിരിച്ചറിയുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിർത്താൻ പോവുകയാണ്. എന്നാൽ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടി കടന്ന് ജനത്തോട് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാനക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവർക്ക് അക്കരെ കടക്കണമെങ്കിൽ ആമേൻ എന്ത് ചെയ്യണം? അവർക്കൊരു ഒരുക്കം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. 2, എത്ര ദിവസം കൊണ്ടാണ് ഒരുങ്ങേണ്ടത്?
3 ദിവസം കൊണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു സമയബന്ധിതമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം അവരോട് ആമേൻ അവകാശപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുങ്ങണം, നിങ്ങൾ ആഹാര കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. ആമേൻ. എന്താണ് ആമേൻ? അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് യോർദാൻ കടക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളോട് വചനത്തിന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്നുള്ള ആ സാഹചര്യത്തിൽ എന്നും ആയിരിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു ആത്മീയ തലത്തിലേക്ക് ആമേൻ കയറേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്ന് ആയിരിക്കുന്നത് പോലെ തന്നെ എന്നും ആയിരിക്കാനല്ല ദൈവം നമ്മളെ ഇനിയും നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു, ഇനിയും ശക്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു, ഇനിയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിന് പറയുവാനുള്ള ഒരു ആത്മീയ ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുങ്ങിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഒരുങ്ങാൻ തയ്യാറാകുന്നുവെങ്കിൽ ആമേൻ 3 ദിവസം എന്ന് പറയും ദൈവത്തിന്റെ സമയമാ. എനിക്ക് എൻ്റെ സമയമില്ല, ദൈവത്തിന്റെ സമയത്തിനുള്ളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സമയത്ത് ഞാൻ ഒരുക്കമുള്ളവനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ആ യോർദാൻ കടന്നപ്പുറയെത്തുവാ എനിക്കിടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയം പറഞ്ഞ് ഞാൻ ഇരിക്കുകയല്ല. എൻ്റെ ദൈവത്തിന്റെ സമയം ഈ നിമിഷമാണെങ്കിൽ, എന്നിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത് ഈ സമയമാണെങ്കിൽ, കർത്താവേ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് ആമേൻ ഒരു തീരുമാനം ദൈവസന്നിധിയിൽ ഇന്നു പകൽക്കാലം എടുക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ ദൈവ മക്കൾക്ക് മുമ്പാകെ ആമേൻ ഉണങ്ങിയ നിലം പോലെ ആയിത്തീരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളെ മാറ്റി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന പുത്രൻ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാന്റെ വെള്ളത്തെ തട്ടിയപ്പോ ആമേൻ വെള്ളം വഴിമാറി ഒഴുകി. ആമേൻ. അവിടെ ഉണങ്ങിയ നിലമുണ്ടായി. അവിടെ പുരോഹിതന്മാർ ഉറച്ചു നിന്നു, ജനം അപ്പുറത്ത് കടന്നു. ആമേൻ. യോശുവ പറയുക, പുരോഹിതന്മാർ നിന്നിടത്തു നിന്ന് ആമേൻ 12 കല്ലുകൾ എടുക്കുക. ആമേൻ. പ്രൈസ് അവർ മുന്നോട്ട് കടന്നുപോയി. ആമേൻ. അവിടെ അത് നാട്ടിയിട്ട് പറയുക. ആമേൻ. പ്രൈസ് നാളെ തലമുറയോട് പറയണം, ആമേൻ മുമ്പിൽ പ്രതികൂലമായിരുന്ന ആമേൻ യോർദാൻ വഴിമാറി. ഹല്ലേലൂയ. ആമേൻ. ഉണങ്ങിയ നിലം ദൈവം കാണിച്ചു തന്നത് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് തലമുറയോട് വിളിച്ചു പറയണമെന്ന് വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എത്ര യോർദാൻ നമ്മുടെ മുമ്പിൽ വന്നു അല്ലേ? ഹല്ലേലൂയ. എന്നാൽ വചനപ്രകാരം വ്യവസ്ഥ പ്രകാരം നിന്നപ്പോ ആ യോർദാൻ വറ്റിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉണങ്ങിയ നിലം ദൈവം കാണിച്ചു തന്നില്ലേ? ദൈവപ്രവൃത്തി തന്നില്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാളെ തലമുറകളെ വിളിച്ചു പറയണം, ആമേൻ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത വിടുതല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, മരുഭൂമിയിൽ നിന്നൊരു ട്രാൻസിഷൻ. ഹല്ലേലൂയ. എങ്ങോട്ടാ? ആമേൻ. ദൈവം വാഗ്ദത്തം ചെയ്ത ആ കനാനിലേക്ക്. അവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ലോകത്തിൽ നിന്ന് നമുക്കൊരു ട്രാൻസിഷൻ ഉണ്ട്. ഹല്ലേലൂയ. അതെങ്ങോട്ടാണെന്ന് അറിയാമോ? ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ഹല്ലേലൂയ. ആ നിത്യമായ വാസത്തിലേക്ക്. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവത്തിന്റെ സന്നിധി ആമേൻ വചനം പറയുക, പ്രിപ്പയർ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഒരുങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഒരുങ്ങുക. നമ്മുടെ കുറവുകൾ ഏറ്റുപറയുക, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക. ഒരുങ്ങുക ദൈവമക്കളെ. ഒരുങ്ങാതെ നമുക്ക് കാന്തന്റെ അടുക്കൽ നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ ഒരുക്കുക. ഇന്ന് പകൽക്കാലം സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. ആമേൻ. നമ്മുടെ സമയമല്ല, ദൈവം നിശ്ചയിച്ച സമയം. ഹല്ലേലൂയ. അതേത് സമയമെന്ന് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ആമേൻ. ഒരു കാര്യം പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ തക്ക സമയത്ത് ആമേൻ ദൈവത്തിന്റെ ജനത്തിന് ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണെന്ന് വചനം ശക്തമായി ഓർമ്മപ്പെടുത്തും. കണ്ണുകൾ അടയ്ക്കുക. ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുക. താഴെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്കൊരു ഒരുക്കം ആവശ്യമല്ലേ ദൈവമക്കളെ? നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതിക്കലായിരിക്കുമ്പോൾ സ്തോത്രം, ഈ മരുഭൂമി വാസം വിട്ടിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ദൈവിക സ്വസ്ഥതയുടെ അനുഭവം ആമേ പ്രൈസിൽ പ്രാപിച്ചെടുക്കുവാൻ സ്തോത്രം.
ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനാൻ എന്ന് പറയുന്നത് അവരുടെ സ്വസ്ഥതയാണ്. എന്നാൽ കനാനിൽ ചെന്നിട്ടും അവർക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിഞ്ഞില്ല. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, യോശുവ അവർക്ക് സ്വസ്ഥത നൽകിയിരുന്നുവെങ്കിൽ മറ്റൊരു സ്വസ്ഥതയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നും ഒരു സ്വസ്ഥതയുടെ അനുഭവമുണ്ട്. ഹല്ലേലൂയ. അത് ദൈവത്തോടുള്ള ആ വാസമാണ്. ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ സ്വസ്ഥത നമുക്ക് അനുഭവിക്കാം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ആത്യന്തികമായ സ്വസ്ഥത ദൈവത്തോട് നമ്മൾ ചേരുന്ന ദിവസമാണ്. ഹല്ലേലൂയ. വചനം പറയുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട്. കാഹളം ധ്വനിക്കുവാൻ പോകുന്നു, മരിച്ചവർ അക്ഷരായി ഉയർക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്ന രൂപാന്തരപ്പെടുവാൻ പോകുന്നു. അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.